അപ്പോൾ കൂട്ടുകാരെ നമ്മളെ പത്തിരിയും മട്ടൻ കറിയും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ടേസ്റ്റർമാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം ചെറിയ മീഡിയ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്, വേറെ ഒന്നുമല്ല, മട്ടൻ കറിയാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത്. നമ്മളെ നാടൻ രീതിയിൽ മട്ടൻ കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് മട്ടൻ കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ പിന്നെ ചെറിയ പീസായിട്ട് എടുക്കാൻ പറ്റില്ല, വെട്ടി ഇങ്ങനെ ഇടാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വിചാരിച്ച പോലെ അല്ലടാ, എല്ലൊക്കെ നല്ല സ്ട്രോങ് ആണ് മട്ടൻ്റെ. ഏകദേശം കട്ട് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മട്ടൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. അപ്പം മട്ടൻ കട്ടിങ് കഴിഞ്ഞു. ഇനി അടുത്ത കാര്യങ്ങൾ നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇത് 1-3-4 തവണ നമുക്ക് കഴുകിയെടുക്കണം വൃത്തിയായിട്ട്. ചോരമയൊക്കെ പോകാവുന്ന രൂപത്തിൽ കഴുകിയെടുക്കണം. അപ്പോൾ കൂട്ടുകാരെ, 4-5 തവണ കഴുകി എടുത്തിട്ടുണ്ട്. ശരിക്കും ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇനി കുറച്ച് സാധനങ്ങൾ, അതായത് സവാള, ഉള്ളി, പച്ചമുളക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സവാള കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 4 തക്കാളി ആവശ്യമുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു 10 പച്ചമുളകാണ് നമുക്ക് ഈ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇനി അല്പം മല്ലിയില എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അടപ്പ് കത്തിച്ചിട്ടുണ്ട് കൂട്ടുകാരെ. നമ്മളിത് ചട്ടി വെച്ച് കൊടുക്കാൻ പോണേ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിലേക്കൊരു 250 ഗ്രാം ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ഉള്ളി കട്ട് ചെയ്യാണ്ട് ഇട്ട് കൊടുക്കണേ. ഒരു 2 കിലോ മട്ടനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പാകമായിട്ടൊരു 250 ഗ്രാം ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത്. ഉള്ളി വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ 4-5 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പൊടിയുപ്പ്. അപ്പോൾ സവാളൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ നമ്മൾ ഒരു 10 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്.
നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കായിട്ട് അല്പം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വേപ്പില നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്പം മീറ്റ് മസാല ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും വരുന്ന വിധത്തിൽ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ, മട്ടൺ നമ്മൾ മസാലയൊക്കെ പുരട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ സമയം അടച്ചു വെച്ച് വേവിക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ സമയമായിട്ടുണ്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം, എങ്ങനെ ആയെന്നൊന്ന് അറിയണമല്ലോ. ആയിട്ടില്ല, നമുക്കൊരു 1/4 മണിക്കൂറും കൂടി അടച്ചു വെച്ച് വേവിക്കേണ്ടി വരും, എന്നാലേ കറക്റ്റ് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. അപ്പോൾ കൂട്ടുകാരെ, വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്കായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കിടിലൻ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ മട്ടൻ കറിയും പത്തിരിയും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണ്. പത്തിരി നമ്മൾ ഉണ്ടാക്കിയല്ലോ കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ മട്ടൻ കറിയും പത്തിരിയും കൂടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, പത്തിരി ഓക്കെ, മട്ടൻ കറി ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ പത്തിരിയും മട്ടൻ കറിയും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ടേസ്റ്റർമാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, സൂപ്പറാണ് പത്തിരിയും മട്ടൻ കറിയും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.